Which is the most commonly used words in English? ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതലും എന്നാൽ കൺഫ്യൂസിംഗും ആയിട്ടുള്ള വേർഡ്സ് ആണ് ഹാസ് ഓർ ഹാവ് എന്നുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഹാസും ഹാവും ആണ് പഠിക്കാൻ പോകുന്നത്. സിംഗുലർ സബ്ജക്ട്സ് ആയ ഹി, ഷീ, ഇറ്റ്, ജോൺ എന്നീ വേർഡ്സിനൊപ്പം ഹാസും, ഐ, യു, ദേ, വി എന്നീ വേർഡ്സിനൊപ്പം ഹാവുമാണ് യൂസ് ചെയ്യുന്നത്. ഹാസിന്റെയും ഹാവിന്റെയും കോമൺ ആയിട്ടുള്ള യൂസേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല ഇത് യൂസ് ചെയ്യുന്നത്, പല മീനിങ്ങിലായിട്ടും നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ ഹാസിന്റെയും ഹാവിന്റെയും എല്ലാ യൂസേജും പഠിച്ചു വെച്ചാൽ പിന്നെ നമ്മൾ പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആകേണ്ടി വരില്ല. കോൺഫിഡന്റ് ആയി നമുക്ക് ഹാസും ഹാവിനും യൂസ് ചെയ്യും. ഹിയർ കംസ് ദ ഫസ്റ്റ് യൂസേജ്. ആദ്യമായി ഹാവ് യൂസ് ചെയ്യുന്നത് വെർബിന്റെ ഒരു തേർഡ് ഫോമിനൊപ്പമാണ്. Third form means past participle. If you take an example, go എന്നൊരു വേർഡ് എടുക്കാം. ഗോയുടെ പ്രസന്റ് ഫോം ഗോ എന്നും പാസ്റ്റ് ഫോം വെന്റ് എന്നും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ എന്നുമാണ്. ഇതുപോലെ എല്ലാ വേർഡ്സിനും ഈ മൂന്ന് ഫോംസും ഉണ്ടാവും. അതിൽ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് നമ്മൾ ഹാവിന്റെ ഒപ്പം യൂസ് ചെയ്യുന്നത്. ഹാവിനൊപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ യൂസ് ചെയ്താൽ എന്ത് മലയാളം മീനിങ് ആണ് കിട്ടുക? ചെയ്തിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ് ലഭിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് വിസിറ്റഡ് ദിസ് പ്ലേസ് ട്വൈസ്. 2 തവണ ഞാൻ ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. യു ഹാവ് ഓൾറെഡി സീൻ ഹെർ. നീ മുമ്പേ തന്നെ അവളെ കണ്ടിട്ടുണ്ട്. ദേ ഹാവ് ഹെൽപ് മീ സെവറൽ ടൈംസ്. ഒരുപാട് തവണ അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. We have done it before. ഞങ്ങൾ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഹാസ് ഉപയോഗിക്കുമ്പോഴും ഇതേ മീനിങ് തന്നെയാണ് വരിക, ചെയ്തിട്ടുണ്ട്. സിംഗുലർ സബ്ജക്ട്സിനൊപ്പമാണ് ഹാസ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് വിസിറ്റഡ് മീ ട്വൈസ്. ഹി ഹാസ് സീൻ മീ സെവറൽ ടൈംസ്. ഇതായിരിക്കും നമുക്ക് കോമൺ ആയി അറിയാവുന്ന ഒരു മീനിങ്. എന്നാൽ ഹാസും ഹാവും പാസ്റ്റ് പാർട്ടിസിപ്പിളിനൊപ്പം യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു മീനിങ്ങും ലഭിക്കും. അതാണ് ഇപ്പോൾ ചെയ്തു തീർത്തൊരു കാര്യം. an action just completed. For example, they have gone. അവര് പോയി, ഇപ്പൊ പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. she has started the class. അവള് ക്ലാസ് തുടങ്ങി, ഇപ്പൊ തുടങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹാവിനൊപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഹാവിനൊപ്പം നൗൺ ഉപയോഗിച്ചാൽ മറ്റൊരു മീനിങ് ആണ് നമുക്ക് കിട്ടുക. ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഫോർ എക്സാമ്പിൾ, ദേ ഹാവ് ആൻ അപ്പാർട്ട്മെന്റ്. അവർക്കൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഷീ ഹാസ് ആൻ ആപ്പിൾ ഫോൺ. അവർക്കൊരു ആപ്പിൾ ഫോൺ ഉണ്ട്. ഫോർത്ത് യൂസേജ്, ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഹാവ് ബീൻ പ്ലസ് നൗൺ. അതായത് ഹാവിനൊപ്പം ബീനും നൗണും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു മീനിങ് ലഭിക്കുന്നു. ഇത്രയും കാലം ഇതാണ് അവസ്ഥ, ഇപ്പോഴും അതാണ് അവസ്ഥ എന്നൊരു മീനിങ് ആണ് അതിന് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ബീൻ ക്ലോസ് ഫ്രണ്ട്സ്. നമുക്കറിയാം വി ആർ ഫ്രണ്ട്സ് എന്നാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്നാൽ വി ഹാവ് ബീൻ ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഇപ്പോഴും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അനദർ എക്സാമ്പിൾ, ഷീ ഹാസ് ബീൻ വെരി ടോക്കറ്റീവ്. അവള് ഇത്രയും കാലം ഇപ്പോഴും വളരെ ടോക്കറ്റീവ് ആണ്, സംസാരപ്രിയാണ്. ഫിഫ്ത് വൺ, ഹാവിനൊപ്പം ബീനും ഒരു വേർബിന്റെ ing ഫോം യൂസ് ചെയ്യുമ്പോൾ ഇത് ഒരു ടൈം ഡ്യൂറേഷൻ ചേർത്ത് പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. മലയാളം ഇനി ഇത്രയും കാലമായിട്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. പിന്നെ ഞങ്ങൾ രാവിലെ മുതൽ കാത്തിരിക്കുകയാണ്. ഷീ ഹാസ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours. 2 മണിക്കൂറായി അവൾ പഠിക്കുകയാണ്. ഇനി ദ ലാസ്റ്റ് വൺ, ഇത് പാസീവ് വോയിസിലാണ് ഉപയോഗിക്കുന്നത്. ഹാവിനെയും ഹാസിനൊപ്പം വെർബിന്റെ തേർഡ് ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യുന്നു. ഇതിന് മീനിങ് എന്നെ, നിന്നെ, അവരെ അല്ലെങ്കിൽ ഞങ്ങളെ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഐ ഹാവ് ബീൻ
ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. എന്നെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ദേ ഹാവ് ബീൻ ഇൻഫോംഡ്. അവരെ അറിയിച്ചിട്ടുണ്ട്. ഹാസിന്റെയും ഹാവിന്റെയും ഓൾമോസ്റ്റ് എല്ലാ യൂസേജുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. നമ്മളുടെ നിത്യജീവിതത്തിൽ ബാധകമാവുന്ന തരത്തിലുള്ള എക്സാമ്പിൾസ് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഹാവിനും ഹാസിനും മറ്റു ചില മീനിങ്ങുകളും ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്.